ഇതിനെല്ലാത്തിനും മുമ്പ് തന്നെ ബ്രിട്ടൻ അവരുടെ സഖ്യകക്ഷിയിലെ പ്രബല അംഗമായ ഫ്രാൻസിനോട് മറ്റൊരു ഉടമ്പടി ഉറപ്പിച്ചിരുന്നു. യുദ്ധം വിജയിച്ചാൽ യുദ്ധാനന്തരം പാലസ്തീൻ പ്രദേശം രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ഫ്രാൻസിനും മറ്റൊരു ഭാഗം ബ്രിട്ടനുമായി ഭാഗിച്ചെടുക്കാം. അങ്ങനെ 1914 മുതൽ 19 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ സഖ്യകക്ഷി വിജയിക്കുകയും ഓട്ടോമന്റെ കയ്യിലുണ്ടായ പാലസ്തീൻ പ്രദേശം ബ്രിട്ടന്റെ കോളനിയാക്കി കൈയടക്കി വെക്കുകയും ചെയ്തു. അവിടെ പിന്നെ ബ്രിട്ടീഷുകാർ ഭരിക്കാൻ പറ്റിയ തന്ത്രം അവർ ഇന്ത്യയിൽ പാറ്റി വിജയിച്ച ആ വലിയൊരു വിജയതന്ത്രമായിരുന്നു. അതേ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് അവർ പാലസ്തീനിൽ ഭരണം നടത്തിയത്. ഇന്ത്യയിൽ ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും എങ്ങനെ തമ്മിലടിപ്പിച്ച് പരസ്പരം മതസ്പർദ്ധ വളർത്തി അവരുടെ ഭരണം സുഗമമാക്കിയോ അതുപോലെ തന്നെ അവിടെ ജൂതരെയും അറബികളെയും ക്രിസ്ത്യാനികളെയും പല പല തട്ടിലാക്കി പരസ്പരം പോരടിപ്പിച്ച് അവർ ഭരണം നടത്തുകയുണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ പാലസ്തീനിൽ ജൂത പ്രശ്നങ്ങളുടെ ഉറവിടമായി ഭവിച്ചത്. അതിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ആ ഒരു കൊലച്ചതിയാണ് ഇതിലേക്ക് നയിച്ചത് എന്ന് പറയാതിരിക്കാനാവില്ല.